ഇന്ന് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആസ് സെഡ് ഇൻ പ്രീവിയസ് വീഡിയോ ഫസ്റ്റ് അത് കാണാം, സെക്കൻഡ് പാർട്ടാണ് ഇത്. ഇനി മോർ 50 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 26 ഓർഗാനിസംസ് അറ്റ് എയർ വാട്ടർ ഇന്റർഫറൻസ് ആർ കോൾഡ്. ഓപ്ഷൻ എ ബെന്തോസ്, നെക്തോൺ, പ്ലാങ്ക്ടോൺ, ന്യൂസ്റ്റോൺ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അറ്റ് എയർ വാട്ടർ ആണ്. അപ്പൊ എയർ വാട്ടറിൽ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. എയർ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈമില്ല, ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോവാം. ബോട്ടം ഡ്വെല്ലിംഗ് aquatic organisms ആർ കോൾഡ്. ബോട്ടം ഡ്വെല്ലിംഗ് aquatic organism എന്ത് പേരിലാണ് വിളിക്കപ്പെടുന്നത് എന്നുള്ളത് ഓപ്ഷൻ സി ബെന്തോസ്. മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓഷ്യൻ സോൺ. മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓഷ്യൻ സോൺ എന്ന് വെച്ചാൽ നെർട്രിക് ആണ്. നൗ എക്സാമ്പിൾ ഓഫ് ലോട്ടിക് എക്കോസിസ്റ്റം. ലോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് റിവർ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ലെന്റിക് എക്കോസിസ്റ്റം? ഏത് ഫോളോയിങ് ആണ് നോട്ട് എ ലെന്റിക് എക്കോസിസ്റ്റത്തിന്റെ ഒരു പാർട്ട്? നോട്ടാണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല. നിങ്ങൾക്ക് MCQ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക അറിയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഉറപ്പ് ഇതെല്ലാം ഉറപ്പാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ബാക്കി 3 ഉള്ളു. അപ്പൊ പ്രോബബിലിറ്റി നിങ്ങളുടെ ശരിയാവുന്നതിന്റെ ചാൻസ് കൂടി. ഇപ്പൊ 4 എണ്ണത്തിൽ ശരിയാനുള്ള ചാൻസ് 25%. നിങ്ങൾ 2 എലിമിനേറ്റ് ചെയ്ത രണ്ട് ആൻസർ ഉണ്ടെങ്കിൽ 50% ശരിയാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. നൗ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സോയിലിനെ പറ്റിയിട്ടാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ എയർ. 3% ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ എർത്ത് ഉണ്ട് നമുക്ക്. സോറി, എയർ അല്ല, എർത്ത്. പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഓൺ എർത്ത് എത്ര ശതമാനമാണ്? 3% ഫ്രഷ് വാട്ടർ എർത്തിലുള്ളത്. സാൾട്ട് കണ്ടന്റ് ഓൺ ഫ്രഷ് വാട്ടർ. എത്ര സാൾട്ട് കണ്ടന്റ് ആണ് ഫ്രഷ് വാട്ടറിലുള്ളത്? ഓപ്ഷൻ ബി 3%. സോയിൽ ബെസ്റ്റ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. കോട്ടൺ കൾട്ടിവേഷന് പറ്റിയ സോയിൽ ഏതാണ്? അത് നിങ്ങൾക്ക് പണ്ട് മുതലേ പഠിക്കുന്നത്. ബ്ലാക്ക് സോയിൽ ഇസ് ദി ബെസ്റ്റ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. ഓക്കെ. റബ്ബർ ഗ്രോസ് ബെസ്റ്റ് ഇൻ. നിങ്ങൾക്ക് അധികം നാട്ടിൽ കണ്ടുവരുന്ന സാധനമാണ് റബ്ബർ. റബ്ബർ ഏതിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഗ്രോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ. റബ്ബർ ഏറ്റവും നല്ലോണം ഗ്രോ ചെയ്യുന്നത് ലാറ്ററൈറ്റ് സോയില. പിന്നെ കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് സോയിൽ ആണ്. ഇനി 35th വൺ, ഡെക്കാൻ പ്ലാറ്റ്യൂ സോയിൽ ടൈപ്പ്. ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ സോയിൽ ടൈപ്പിന് എന്താ വിളിക്കുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പോ ഡി. ഓപ്ഷൻ ഡി ബ്ലാക്ക് സോയിൽ ആണ്. നൗ എൻവയറമെന്റൽ ഹസാർഡ് ആൻഡ് മാനേജ്മെന്റ്. നാച്ചുറൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് സുനാമി. നാച്ചുറൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് സുനാമി എന്താന്ന് വെച്ചാൽ എന്തിലാണ് നാച്ചുറൽ ഡിഫൻസ്? അതപ്പോ ഓപ്ഷൻ ബി മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് എന്ത് നാച്ചുറൽ ഡിഫൻസ് അഗെയിൻസ്റ്റ് സുനാമി. കൺട്രീസ് അക്കൗണ്ടിങ് ഫോർ 2/3 ഫ്ലഡ് ഡെത്ത്സ്. ഏതായിരിക്കും? നല്ല ഫെമിലിയർ ആയിരിക്കും അല്ലെ നിങ്ങൾക്ക്. കൺട്രീസ് അക്കൗണ്ടിങ് ഫോർ 2/3. ഈ നേപ്പാൾ അല്ല അതില്. ചൈനക്ക് അങ്ങനെ ഫ്ലഡ് ഉണ്ടാവില്ല. ബംഗ്ലാദേശ് അല്ല. ചൈന ബംഗ്ലാദേശ് അല്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അല്ല. ഇന്ത്യ ബംഗ്ലാദേശ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ഇന്ത്യ ബംഗ്ലാദേശ്. ലൈഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് ബിയോണ്ട് എത്ര മീറ്റർ? എത്ര മീറ്ററിന്റെ ബിയോണ്ട് ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല? 9000 മീറ്ററിന്റെ ബിയോണ്ട് ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല. ക്രൗൺ ഫയർസ് ഒക്കേഴ്സ് മെയിൻലി ഓക്കർ ചെയ്യുന്നത് ഏതിലാണ്? ഇപ്പോ ഗ്രാസ് ലാൻഡ് ആണോ, ഡെൻസ് ഫോറസ്റ്റ് ആണോ? ഡെൻസ് ഫോറസ്റ്റിലല്ല ക്രൗൺ ഫയർസ് ഓക്കർ ചെയ്യാൻ, മറ്റേ ഫ്രിക്ഷൻ കാരണം. വിച്ച് ഇസ് നോട്ട് റിന്യൂവബിൾ? ഫോറസ്റ്റ് ആണോ, വാട്ടർ ആണോ, കോൾ ആണോ, പാസ്ചർ ആണോ? ഓപ്ഷൻ സി കോൾ. നൗ ട്രഡീഷണൽ പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്. കുൽ ഇഗ്രിഗേഷൻ സിസ്റ്റം ബിലോങ്സ് ടു ഹിമാചൽ പ്രദേശ്. നിങ്ങൾ ഹിമാചൽ പ്രദേശ് വിസിറ്റ് ചെയ്ത ആള്, മനാലി ആ സ്ഥലം വിസിറ്റ് ചെയ്ത ആളാണെങ്കിൽ അറിയാൻ പറ്റും. കുൾ ഇറിഗേഷൻ ഏതിന്റെ പാട്ടാണ്? ഹിമാചൽ പ്രദേശിന്റെ പാട്ടാണ്. നൗ ലോസ് ഓഫ് വാട്ടർ വേപ്പർ ഫ്രം പ്ലാന്റ് എന്തായിരിക്കും? ട്രാൻസ്പിറേഷൻ. ലോസ് ഓഫ് വാട്ടർ വേപ്പർ ഫ്രം പ്ലാന്റ് ഇസ് കോൾഡ് എന്ത്? ഇവാപറേഷൻ. എന്താണ്? ട്രാൻസ്പിറേഷൻ എന്താണ്? അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയേക്കാം. അപ്പോ ലോസ് ഓഫ് വാട്ടർ വേപ്പർ ഫ്രം പ്ലാന്റ്സ് ഇസ് കോൾഡ് ഓപ്ഷൻ സി
solid water directly changing to vapor. Solid water directly changing to vapor. ഇതെന്തായിരിക്കും? ഞാൻ നേരത്തെ ഒരു ഡിഫറൻസ് നോക്കാൻ പറഞ്ഞതിന് സബ്ലൈമേഷൻ. സോളിഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഐസിന്റെ ഫോമിലുള്ള വാട്ടർ എന്ത് ചേഞ്ചിങ് ടു വേപ്പർ, അത് സബ്ലൈമേഷൻ ആണ്. വിച്ച് ഈസ് നോട്ട് എ ട്രഡീഷണൽ വാട്ടർ സിസ്റ്റം. ഏതാണ് ട്രഡീഷണൽ വാട്ടർ സിസ്റ്റം ഇല്ലാത്തത്? അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. Now now 45th question. Economic impact of drought എന്താണ്? എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഡ്രോട്ട് എന്തായിരിക്കും? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ലോസ് ഓഫ് ക്രോപ്പ്. ഹ്യൂമൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷൻ. എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയറൺമെന്റ്. ഹ്യൂമൻ മോഡിഫൈഡ് എൻവയറൺമെന്റ് എന്തായിരിക്കും? ഇത് ഈസിയാണ്, ഇത് നിങ്ങൾ തെറ്റിക്കരുത്. ഫോറസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് അല്ല, അപ്പൊ എലിമിനേറ്റ് ചെയ്യുക. ലീക്ക് അല്ല, പിന്നെ ഇത് രണ്ടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ ക്രോപ്പ് ഫീൽഡ് ആണ് എന്ത്? ഹ്യൂമൻ മോഡിഫൈഡ് എൻവയറൺമെന്റ്. കമ്മ്യൂണിറ്റി വിത്ത് സ്ട്രോങ്ങസ്റ്റ് സ്റ്റുവാർഡ്ഷിപ്പ് ഇസ് കോൾഡ്. കമ്മ്യൂണിറ്റി വിത്ത് സ്ട്രോങ്ങസ്റ്റ് സ്റ്റുവാർഡ്ഷിപ്പ് ഏതായിരിക്കും? ഓപ്ഷൻ സി. എന്താ? ട്രൈബൽസ് ആണല്ലേ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് സ്റ്റുവാർഡ്ഷിപ്പ് ഉള്ളത്. അർബനിലല്ല, ഇൻഡസ്ട്രിയല്ല, പാസ്റ്റോറിയല്ല. 48. ഇനിക്വാലിറ്റി ഡ്യൂ ടു എക്സ്ക്ലൂഷൻ ഫ്രം ഡിസിഷൻ മേക്കിംഗ്. ഇനിക്വാലിറ്റി ഫ്രം ഡിസിഷൻ മേക്കിംഗ് എക്സ്ക്ലൂഷനിൽ എന്താ വരുന്നത്? ഓപ്ഷൻ എ എക്കണോമിക് ആണോ? ഓപ്ഷൻ ബി ആണോ? സി ആണോ? ഡി ആണോ? ജിയോഗ്രഫിക്കൽ ആണോ? ഏതായിരിക്കും? ഓപ്ഷൻ സി, പ്രൊസീജിയർ. വ്യൂ ട്രീറ്റിംഗ് നാച്ചർ ആസ് റിസോഴ്സ് ഫോർ ഹ്യൂമൻ. ഏതാ? ഓപ്ഷൻ എ ആണോ? ബി ആണോ? സി ആണോ? ഡി ആണോ? വ്യൂ ട്രീറ്റിംഗ് നാച്ചർ ആസ് റിസോഴ്സ് ഫോർ ഹ്യൂമൻ. ഓപ്ഷൻ സി. നിങ്ങൾ വിചാരിക്കല്ലോ ഓപ്ഷൻ സി ആണല്ലേ വരുന്നത്. ഞാനും ആൻസറിങ്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മോസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ ഒന്ന് ഓപ്ഷൻ സിയിൽ തട്ടിക്കൊടുക്കുക. ലൈക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. 50. ഏഷ്യ ഇസ് ദി മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ ഡ്യൂ ടു എന്താണ്? ഓൾ ഓഫ് ദി അബവ്. ക്ലൈമറ്റ് ഉണ്ട്, പോപ്പുലേറ്റഡ് ഡെൻസിറ്റി എന്താ? ഏഷ്യയിൽ, ചൈനയിലും ഇന്ത്യയിലും നിങ്ങൾക്കറിയാം പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആ. ക്ലൈമറ്റും പ്രശ്നമാണ്, ജിയോഗ്രഫിയും പ്രശ്നമാണ്. ഇനി എക്സ്ട്രാ ഞാൻ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത്. പാർട്ട് 1 50 ക്വസ്റ്റ്യൻസ്, പാർട്ട് 2 പാർട്ട് 1 25 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. പാർട്ട് 2 ഇപ്പൊ 25 ആയി. ഇനി എക്സ്ട്രാ 25 ആണ് ഇത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി പോവാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഹ്യൂമൻ മെയ്ഡ് എൻവയറൺമെന്റ് ക്രോപ്പ് ഫീൽഡ്? ഇത് റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇതാ നമ്മൾ 46th ക്വസ്റ്റ്യന്റെ ഈക്വൽ ആണ്. ലൈക്ക് റിപ്പീറ്റഡ് ഇടയ്ക്കിടയ്ക്ക് വരും. who developed the concept of determinism? ഓപ്ഷൻ ബി, ഫ്രെഡറിക് റാറ്റ്സൽ ആണ്. ലൈഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്താ? 9000 മീറ്റർ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. വിച്ച് ഓർഗാനിസം ഇസ് ഫൗണ്ട് അറ്റ് ട്രോപ്പിക് ലെവൽ 5 ഇൻ അക്വാറ്റിക് സിസ്റ്റം? ഷാർക്ക്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓഫ് എക്കോളജിക്കൽ സക്സഷൻ ഇസ് കോൾഡ് ഏതാ? SCR ആണ്. Anteaters and sloths are found in tropical rainforest. Estuaries are known for high productivity. ഇവരെ known ചെയ്യുന്നത് mainly high productivity ഇരിക്കാന്ന്. Which biome experience storm in April June? അപ്പൊ April June biome experience strong wind എവിടുന്ന? ഇതാണ് ഡെസേർട്ടില്. Organism attached to aquatic plants are called periphyton. Which is renewable resource? ഏതാണ് renewable resource? ഓപ്ഷൻ ഡി, ഫോറസ്റ്റ് ആണ്. Solid water directly converting to vapor is called, ഞാൻ പറഞ്ഞു, sublimation ആണ്. Cool irrigation ഹിമാചൽ പ്രദേശിലാണ്. റബ്ബർ കൾട്ടിവേഷൻ ഏത് സോയിലാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. എക്സസ് ഇറിഗേഷൻ ലീഡ്സ് ടു ഓൾ എക്സ്പെക്ട് ഏതാണ്? സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ്. വിച്ച് ഫോറസ്റ്റ് ഈസ് റിച്ചസ്റ്റ് ഇൻ ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി കൂടുതൽ കണ്ടുവരുന്നത് ഏത് ഫോറസ്റ്റിലാണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. വിച്ച് ഇസ് നോട്ട് എ ലെനറ്റിക് എക്കോസിസ്റ്റം? ഓപ്ഷൻ ഡി, റിവർ. വിച്ച് സൈക്കിൾ
includes fossil fuels and acid rains. Sulfur cycle. Main driver of water cycle is called sun. Crown fires are commonly in dense forest. Which country is most disaster prone globally? Asia. Which community has stronger stewardship? ഇത് നമ്മൾ പറഞ്ഞതാണ്, ട്രൈബൽ ആണ്. നിങ്ങളൊന്ന് വായിച്ചു പോവാ. ഓക്കെ.